ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ 6 ഓഫ് നേപ്പാളാണ്. അപ്പം ഇന്ന് ഞങ്ങളെന്താ ഡ്രസ്സൊക്കെ ചെയ്തു, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നല്ല ബാക്ക് പെയിൻ, ഇന്നലെ കിടന്നാൽ ശരിയാവാനായിട്ടാണ് എന്താ അറിയില്ല, ഭയങ്കര ബാക്ക് പെയിൻ. എല്ലാവരും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ ബസ് വരും. അവിടെ ഉള്ളിൽ കയറിയിരുന്ന എനിക്ക് നല്ല ബാക്ക് പെയിനായിട്ട് മാറുന്നു വിചാരിക്കും. കാരണം ഒന്നാമത് നേപ്പാളത്തെ റോഡ്, ശരിക്കുള്ള റോഡ് നല്ലതാണ്, പക്ഷേ എന്താ മെയിൻ റോഡായിട്ടുള്ള ചില റോഡിലൊക്കെ നല്ല പണി നടക്കുന്നുണ്ട്. പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ കല്ല് ടക്കടക്കെ അങ്ങനെ പോകുന്നത്. അപ്പം ഊരവേന ഇല്ലാത്തവർക്ക് വരെ ഊരവേന വരും. അങ്ങനത്തെ റോഡായിരുന്നു പല സ്ഥലത്തും. അപ്പം അതുകൊണ്ട് വന്നാണോ അല്ലെങ്കിൽ എന്തോ അറിയില്ല, മാറുന്നു വിചാരിക്കാം. ഈ രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര ബാത്റൂമിലൊക്കെ പോയി വന്നിട്ട് ഭയങ്കര ഇതാണ്. മാറുമായിരിക്കും. ഇനിയിപ്പോൾ ബസ്സിലാണ് കുറേ ദൂരം പോകാൻ. ഇന്ന് ഫുള്ള് ബസ്സിലായിരിക്കും. അപ്പം എന്താവോ അറിയില്ല. ഞാൻ ബസ്സിലെത്തി എന്തായാലും കിടന്നുറങ്ങും. ഞാൻ ഈ സാധനം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും, അതേ വഴിയുള്ളൂ. ഉറങ്ങിയാൽ പിന്നെ വേണ്ട അറിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ബസ്സിലാണ്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ടോയതാണ്. എൻ്റെ ടോയ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അയ്യേ, എൻ്റെ ഞാൻ തരില്ല. എന്തായിരിക്കും ആർക്കറിയാം. എനിക്ക് കുറെ നോട്ടിച്ചോക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചൂരവേനയിട്ട് എനിക്ക് ബാമൊക്കെ നെഹ തേച്ചു കുറവുണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സിനാണെങ്കിൽ കറക്റ്റ് പുറത്തൊരോട്ടെ, അതുകൊണ്ട് സുഖമായി ബാമയിട്ട് കുറേ ഞാൻ കഴിച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ടോയ് ഇതാ, സ്പിന്നർ. അത് കുറച്ച് പണിയുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെയ്യും. വലിയ സർഫസ് എനിക്കൊരു ക്രയോണാ കിട്ടിയത്. എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. തമ്മയാമ്മ ഒരു വലിയ പെട്ടി വാങ്ങി, അന്ന് നമ്മൾ കഴിച്ചതേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. പലത്ത് മാത്രം ഫുള്ളിട്ട് കഴിച്ചു. ഞാനും ഒന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഇഷ്ടമായി. പിന്നെ അതിന് അടിയായി. ഞങ്ങൾ ശ്രദ്ധിച്ച് കിവി അത് നേരത്തെ ക്യാൻസലും ഇപ്പൊ കിവിയായിട്ട് അതിലേക്ക് വയ്ക്കാൻ മതി. അളക്കാനല്ലേ എന്തൊക്കെ അസുഖം മെല്ലെ തുറന്നോ. മറന്നോ അതിനെ പറ്റി. മെല്ലെ അവിടെ വെച്ചോ. തുറക്കല്ലേ അവിടെ നോട്ടെ. അതാ മറ്റേ കോക്കോനട്ട് കിട്ടിയില്ലല്ലോ. ഇതൊന്നും കണ്ട ആരും പഠിക്കരുത്. ഇത് പൊട്ടിക്കണ്ട, പൊടിക്കണം. കുറച്ചതിന് പൊട്ടിക്കാതെ റോഡ് വല്ലാത്ത റോഡ്. ആര് പൊട്ടിച്ചു? ഞാൻ റോഡ് കാണിച്ചിട്ട് നിന്നോട് ആരും പൊട്ടിക്കാൻ. എന്താ മുളക് പൊടിയും കിട്ടതാ? അല്ല, ഇത് മുളക് പൊടി ഇഷ്ടമല്ല. മുളക് പൊടി രണ്ടോർന്നൊരു അർത്ഥം. ആദ്യം കഴിച്ചോ. ഭയങ്കര മുളക് പൊടി വേണ്ടായിരുന്നല്ലേ.
പുറത്തത്തെ വ്യൂ ജസ്റ്റ് കാണിച്ചുതരാം. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം എന്തോ ആവശ്യത്തിനായിട്ട് അവിടെ അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി. നല്ല ഫോഗ്, മഴയും ഉണ്ട് ചെറുതായിട്ട്. എത്ര പേർക്ക് കൊടുക്കും? ഒരേ പൂവാണ് കൊടുക്കുന്നത്. അതന്നെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടങ്ങി. അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. നമ്മൾ ചിറ്റുവാനിലേക്കാണ് പോകുന്നത്. നേപ്പാളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ടാണ് അങ്ങനെ പോകുന്നത്. അവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പാടവും പിന്നെ കുറേ ചീത്ത റോഡും അങ്ങനെയൊക്കെയാണ് വ്യൂ എന്ന് പറയാനായിട്ട്. ഞങ്ങൾ റൂമിലെത്തി. ഞാൻ ഊരാനെടുക്കുന്നു. അപ്പോൾ പിന്നെയും വൈകുന്നേരം ഊരാനായി. ഞാൻ കിടന്നു. ഞാൻ റൂമിൽ എണീക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ റൂം ഇതാ മച്ചിൻ്റെ റൂമിൽ. നമുക്ക് വെറുതെ പുറത്ത് പോയി ആക്കാം. അത് നീൻ്റെ കൂടെ ഞങ്ങളുടെ കോട്ടേജ് ഇതാ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എന്താ ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് ഫുൾ കള്ള് ഷോപ്പ്. ഫുൾ കള്ളോട് കള്ള്. ഇവിടെ ഇങ്ങനെ സ്പ്രൈറ്റ് ഒക്കെ വിൽക്കുന്ന പോലെ കള്ള്. സ്പ്രൈറ്റ് അല്ല, കള്ളാണ്. സ്പ്രൈറ്റ് ഐ മീൻ അങ്ങനെ വിൽക്കുന്ന ജ്യൂസ് പോലെ വിൽക്കുന്നതെന്ന്. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ അപ്പുറത്തായിട്ട് കുറേ ഇങ്ങനെ സ്ട്രീറ്റ്സ് ആണ് ചുറ്റുവാനിൽ. അപ്പം നമ്മളവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ചുമ്മാ കയറിയതാണ്. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാനാണ് ആദ്യം കയറിയത്. എന്താ പറയുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാത്ത വെള്ളപ്പുള്ളു. അമ്മച്ചിയുടെ മുമ്പ് നെയ്യൊക്കെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ കയറി അവിടെ പുറത്തിങ്ങനെ ഇരിക്കുക. എനിക്ക് ഊരവേദന പോണില്ല. ഞാൻ നാളെ എന്താക്കുന്ന നാളത്തെ സഫാരി പോണ മീൻസ് ആനിമൽസിനെയൊക്കെ കാണാൻ പോകുന്നുണ്ട് ഒരു ജീപ്പിൽ. അപ്പം ആ സഫാരി ചെയ്യുന്ന ജീപ്പ് ഞാൻ ഇപ്പോൾ കണ്ടു. വലിയ അങ്ങനത്തെ ഒരു ബീച്ച്, അത് ജീപ്പ്. അതിലിപ്പോൾ ഞാൻ എങ്ങനെ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഊരവേദന കൂടുന്നതാണ് തോന്നുന്നത്, അറിയില്ല. ഇപ്പം എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഊരവേദന വെച്ച് കിടന്നാൽ പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി. പക്ഷേ ഷോപ്പിംഗ് ഞാൻ പൊക്കറയെന്നാന്ന് തോന്നുന്നു. പൊക്കറയെന്ന് വാങ്ങിച്ച സാധനം തന്നെ ഇവിടെ ഭയങ്കര റേറ്റ് കൂടുതൽ. 200-300 റുപ്പീസ് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ എൻ്റെ ഇവിടെ റേറ്റ് കൂടുതലാണ്. പിന്നെ ഞാൻ നോക്കി വെച്ച ഒരു സാധനത്തിന് നേപ്പാളി 2000. എല്ലാത്തിനും നല്ല റേറ്റ്. അവിടെ കണ്ടപ്പോൾ ഇതിനെക്കാളും ചീപ്പായിരുന്നു. ഇത് ഭയങ്കര റേറ്റാണ് ഇവിടെ. പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഈ സൂപ്പർ മാർക്കറ്റിലും കയറിയിരിക്കാം. നേപ്പാൾ ഫുള്ള് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടാണെങ്കിലും നല്ലൊരു കാറുണ്ടാവും എല്ലാവർക്കും. ചെറിയ വീടാണെങ്കിലും നല്ല കാറ്. പിന്നെ ഞാൻ അവിടെ കണ്ട കാറിൻ്റെ ഒരു ബ്രാൻഡാണ് നെറ്റ എന്നിട്ടുള്ളൊരു പിങ്ക് കാറ്. നല്ല രസമുണ്ട് നെറ്റേൻ്റെ. അപ്പം ഈ കുട്ടികളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മടിച്ചൊക്കെയായിരുന്നു. ലാസ്റ്റ് ഞാനും അമ്മയും പോയിട്ടൊന്ന് ക്രോസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന്. പക്ഷെ ഞങ്ങളും ആ വഴിക്ക് തന്നെ പോയി. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടികളായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് കോട്ടേജിലേക്ക് പോയി. അപ്പം ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ചുറ്റുവാനത്തൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.